എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലെ ദുരിതം അവസാനിക്കുന്നില്ല. സ്റ്റാൻഡിൽ പ്രവർത്തിച്ചിരുന്ന ബാത്റൂമുകളും ടോയ്ലറ്റുകളും അടച്ചിട്ടിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. ബദൽ സംവിധാനം ഏർപ്പെടുത്താതെ ബാത്റൂമുകൾ അടച്ചുപൂട്ടിയതോടെ ജനങ്ങൾ ചോദിക്കുന്നത് ഇതാണ്. ആ ശങ്ക തീർക്കാൻ ഇനി എവിടെ പോകും? കൊച്ചിയിൽ നിന്ന് എബി ജോൺ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളം സൗത്തിലെ KSRTC ബസ് സ്റ്റാൻഡിന്റെ ദുരവസ്ഥ എന്ന് പറയുന്നത് അത് അടിക്കടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ഒരു തവണയെങ്കിലും വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ ഒരിക്കൽ പോലും ഇങ്ങോട്ട് വീണ്ടും വരരുത് എന്ന് ആഗ്രഹിച്ചിട്ട് മാത്രമായിരിക്കും ഇവിടുന്ന് പോവുക. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദുരിതാവസ്ഥ എന്ന് പറയുന്നത് ഇവിടുത്തെ ബാത്റൂമിന്റെ അവസ്ഥയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇത് അടച്ചിട്ടിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള ആളുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിന്റെ പ്രാധാന്യം പോലും മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിൽ ഈ ശൗചാലയ സംവിധാനങ്ങൾ മുഴുവൻ അടച്ചിട്ടുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. റിനോവേഷന് വേണ്ടി അടച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായി നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. പക്ഷേ അതിന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ പെട്ടെന്ന് അടച്ചുപൂട്ടുമ്പോൾ അതിന് ബദൽ സംവിധാനം ഏർപ്പെടുത്തുക എന്ന് പറയുന്ന സാമാന്യ ബോധമെങ്കിലും ഉണ്ട്. ആ സാമാന്യ ബോധമോ സാമാന്യമായിട്ടുള്ള ഒരു ഇടപെടലോ ഈ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളുകൾ പറയുന്നതും വളരെ ഈ ബുദ്ധിമുട്ട് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലല്ല വല്ലപ്പോഴും വന്ന അവസ്ഥ. അപ്പൊ വന്നപ്പോ മൂത്രമൊക്കെ സൗകര്യമില്ല, പിന്നെ അവിടെ പോയി കഴിച്ചു. സ്റ്റാഫിന്റെ ആണ്. അതൊന്നും നമുക്കറിയില്ല, കാരണം നമ്മളിങ്ങനെ വന്നു പോകുന്ന ആളല്ലാണ്ട് ഇങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് വന്ന ആൾക്കാർക്കല്ല അത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ സ്ഥിരമായിട്ട് വന്ന ആളല്ലോ. അവസ്ഥ കണ്ടപ്പോ ദയനീയമായിട്ട് തോന്നി. ഞാനിപ്പോ വേറെ നിവൃത്തിയില്ലല്ലോ. ഇപ്പൊ ഒരാഴ്ച അവരൊന്ന് പുറത്തുനിന്ന് വന്ന ആൾക്കാരെ എവിടെ പോകണം നിൽക്കണോ വന്നിട്ട് ചോദിച്ചിട്ട് ഭയങ്കര കഷ്ടത്തില പോവുക. കുറെ എല്ലാ ദിവസവും ആൾക്കാർ വന്ന് എവിടെ ബാത്റൂം ഇല്ലാണ്ട് പോവുക. ബാത്റൂം അടച്ചിട്ട് പോയി ഒരാഴ്ചയായി. ഭയങ്കര കഷ്ടം എല്ലാം ബുദ്ധിമുട്ടായി പോയി. എല്ലാവരും കഷ്ടത്തില പോവുക. ഇതിപ്പോ 3-4 ദിവസമായി അടച്ചിട്ടേക്കുന്നു. ലോങ് യാത്രക്കാരൊക്കെ വരുന്നവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ വന്നിട്ട് ഈ കൂടുതലും ജെൻസിന് വിഷയമില്ല, ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട്. അവരെ എങ്ങോട്ട് പോകണമെന്നറിയാൻ മേലാതെ കുറേ ആൾക്കാരൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷേ എന്നാലും ലോങ് യാത്ര കഴിഞ്ഞ് അത്യാവശ്യ കാര്യങ്ങൾക്ക് വരുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ 3-4 ദിവസം അടച്ചിട്ടേക്ക് എന്താ കാരണം എന്നറിയില്ല. അടച്ചിട്ടേക്കുന്ന കാരണം ആപ്പാടെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. മന്ത്രി വന്ന് പോയിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച ആയുള്ളൂ. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് 4 ദിവസം അങ്ങോട്ടായി അടച്ചിട്ടിട്ട്. വരുന്ന യാത്രക്കാർക്കും മറ്റുള്ളവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആൾക്കാർ ഈ റോഡ് സൈഡിൽ കൂടെയൊക്കെയാണ് കാര്യങ്ങൾ, പ്രാഥമിക കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോകുന്നു. അതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതാണ്ട് 2 ആഴ്ചകൾക്ക് മുമ്പാണ് മന്ത്രി ഗണേഷ് കുമാർ ഇവിടെ വരികയും സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് പോവുകയും ചെയ്തിരുന്നത്. പക്ഷേ അതിനുശേഷം ഇതുവരെയും അതിനനുസരിച്ചുള്ള മറ്റു നടപടികളിലേക്കൊന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. തൊഴിലാളികൾ ഉൾപ്പെടെ അതിഭീകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ബാത്റൂം സംവിധാനമുണ്ട്, ഇതിന് തൊട്ട് പിറകിൽ തന്നെയാണ്. പക്ഷേ അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പറയാതിരിക്കുക തന്നെയാണ് ഏറ്റവും ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്. കാരണം അത്രമാത്രം ശോചനീയമായിട്ടുള്ള സാഹചര്യമാണ് അവിടെയും ഉള്ള അവസ്ഥ. ഒപ്പം തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്തേക്കുള്ള ഭാഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിലേക്കാണ് ഈ ടാങ്ക് ഉൾപ്പെടെ പൊട്ടി ഈ മാലിന്യങ്ങൾ ഒഴുകുന്ന ഒരു സ്ഥിതി ഉള്ളത്. അവിടെ കച്ചവടം നടത്തുന്ന ആൾക്കാർ ഉൾപ്പെടെ ഇതിന്റെ ദുരിതം പേറുന്ന മനുഷ്യരാണ്. നിരവധിയായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളും ഇവിടെ വന്നതിന് ശേഷം, ഇതറിയാതെ വന്ന് പോകുന്ന ദൃശ്യങ്ങളും ഇവിടെ വന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും ഇത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ഇതിനൊരു നടപടി, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട്, കാരണം ഇത്രമാത്രം ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലം, എറണാകുളത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അതിന്റെ സാഹചര്യം കൂടി മനസ്സിലാക്കാനായിട്ട് അധികാരികൾ കണ്ണു തുറന്ന് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ ഗോവിന്ദനൊപ്പം എബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.